Good morning, all of you. I welcome all of you to the online class. In this class, we are going to start a new chapter, The Amazing World at Your Fingertips. Amazing World at Your Fingertips. In this chapter, we are going to study about the internet. Here, let us know the mysterious life of in the little chamber. ഇവിടെ ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട് ദാറ്റ് യു ഹാവ് സ്റ്റഡീഡ് ദ ലെസൺ ലൈഫ് ഇസ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് ഇൻ യുവർ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്ക്. ഹാവിൻ യു നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഒരു ചാപ്റ്റർ ബേസിക് സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ. ഡു യു നോ ദാറ്റ് M.J. Schleiden ആൻഡ് ഹു ഡിസ്കവേർഡ് ദാറ്റ് ദ ബോഡി ഓഫ് പ്ലാന്റ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെൽസ്. പ്ലാന്റ്സിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് സെൽസ് ആണെന്ന് കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ അയാളൊരു ലോയർ ആയിരുന്നു. റോബർട്ട് ബ്രൗൺ ഹു ഡിസ്കവേർഡ് ദ ന്യൂക്ലിയസ് ഓഫ് സെൽസ്. ന്യൂക്ലിയസ് ഓഫ് സെൽസ് ഇൻവെൻറ്റ് ചെയ്ത് റോബർട്ട് ബ്രൗൺ ഹു വാസ് എ ഡോക്ടർ. There are cells which are known in the name of Theodore Schwann who discovered that the animal body is made up of cells. Animal body is made up of cells എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച ആളിൻ്റെ പേരാണ് തിയഡോർ ഷ്വാൻ എന്ന് പറയുന്നത്. There are so many interesting facts like this. ഇതുപോലെയുള്ള ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരോ ഇൻവെൻഷൻസ് ആരാണ് കണ്ടുപിടിച്ചത്, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഇതൊക്കെ നമ്മൾക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ സാധാരണ അത് കണ്ടുപിടിക്കുന്നത്? നമ്മൾ സ്കൂളിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ ഹെൽപ്പ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ലൈബ്രറിയിൽ നിന്ന് ബുക്സ് എടുത്തിട്ട് അതിനകത്ത് നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതൊന്നും അല്ലാതെ വി ക്യാൻ കളക്ട് ദീസ് ഇൻഫർമേഷൻസ് ഫ്രം ദ കമ്പ്യൂട്ടർ യൂസിങ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇത്രയും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് ദ കമ്പ്യൂട്ടർ വിൽ ഗ്യാദർ എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻസ്. ഒരുപാട് സമയമൊന്നും എടുക്കാതെ വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കമ്പ്യൂട്ടറിലൂടെ കളക്ട് ചെയ്യാൻ പറ്റും ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി. ഹൗ ഡസ് ഇറ്റ്സ് വർക്ക്? എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത്? There are computer systems all over the world which contain information about almost all subject. എല്ലാ സബ്ജക്റ്റിനെ കുറിച്ചും നമ്മൾക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾക്ക് ഏത് ടോപ്പിക്കിനെ കുറിച്ചാണോ അറിയേണ്ടത് ആ അറിയേണ്ട ടോപ്പിക്ക് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് കണ്ടെത്താൻ പറ്റും. കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മൾക്ക് ഏത് ഇൻഫർമേഷനാണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അത് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ലോകത്ത് എവിടെയുള്ള കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും ഒരു കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടിയായിരിക്കും. ദീസ് കമ്പ്യൂട്ടേഴ്സ് ആർ ലിങ്ക്ഡ് ടു വൺ അനദർ ആൻഡ് ദേ ഫങ്ഷൻ ആസ് നെറ്റ്വർക്ക്. ഒരു കമ്പ്യൂട്ടറിലുള്ള വിവരങ്ങൾ മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാനും അങ്ങനെ ഒന്നിലധികം കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിന് നമ്മൾ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. ആ നെറ്റ്വർക്കിലൂടെ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ദോസ് കമ്പ്യൂട്ടേഴ്സ് വിച്ച് ആർ കണക്റ്റഡ് ടു ദീസ് നെറ്റ്വർക്ക് ക്യാൻ ഷെയർ ദ ഇൻഫർമേഷൻ ആൻഡ് സ്റ്റോർഡ് ഓൺ ഇറ്റ്. ലോകത്തുള്ള ഏത് കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻ ആണെങ്കിലും നമുക്ക് ഷെയർ ചെയ്യാനും അത് കളക്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരിക്കും. ഇഫ് വി കണക്ട് ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ അവർ സ്കൂൾ ടു ദിസ് നെറ്റ്വർക്ക് വി ക്യാൻ ഓൾസോ ആക്സസ് ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദം. നമ്മൾക്ക് മറ്റുള്ള കമ്പ്യൂട്ടറുകളെ നമ്മളെ സ്കൂളിലുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഗ്യാദർ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ബട്ട് ഡോണ്ട് തിങ്ക് ദാറ്റ് ദ ഇൻഫർമേഷൻ ഓൺ ദ ഇൻ്റർനെറ്റ് ഈസ് ഫുള്ളി ഡിപ്പെൻഡബിൾ ആൻഡ് കറക്റ്റ്. പക്ഷേ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എല്ലാ ഇൻഫർമേഷൻസും ഒരിക്കലും മുഴുവനായിട്ടും എന്തല്ല, ശരിയല്ല. അതിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളും ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരിക്കും. വാട്ട് ഈസ് ഇൻ്റർനെറ്റ്? ഇൻ്റർനെറ്റ് ഈസ് എ ഹ്യൂജ് നെറ്റ്വർക്ക്. ഇൻ്റർനെറ്റ് ഈസ് എ ഹ്യൂജ് നെറ്റ്വർക്ക്.
ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു ഹ്യൂജ് നെറ്റ്വർക്കാണ്. ഒരുപാട് കമ്പ്യൂട്ടർ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സിനെ ദ മെയിൻ കമ്പ്യൂട്ടർ സെർവർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാനും കളക്ട് ചെയ്യുവാനും നമ്മൾക്ക് പറ്റുന്നുണ്ടായിരിക്കും. ലോകത്ത് എവിടെയുള്ള ഒരാളുമായിട്ട് നമുക്ക് ഇൻഫർമേഷൻസ് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി പറ്റുന്നുണ്ടായിരിക്കും. The history of the Internet. The Advanced Research Project Agency under American Defense Department designed a computer network connecting the computers at 4 centers named ARPANET. That means Advanced Research Agency. അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു അഡ്വാൻസ്ഡ് റിസർച്ച് ഏജൻസി ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കണക്ട് ചെയ്തിട്ട് ഒരു 4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്യുന്നു. അത്തരത്തിലുള്ള നെറ്റ്വർക്ക്, സ്മോൾ നെറ്റ്വർക്കിനെ അന്ന് ആർപ്പാനെറ്റ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആർപ്പാനെറ്റ് എന്ന് പറയുന്ന കമ്പ്യൂട്ടർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിരുന്നതാണ്. അത് 1969 ജാനുവരി 2 അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഫോം ചെയ്തത്. 4 സെൻറ്റേഴ്സ്, 4 സെൻറ്ററിലുള്ള 4 സ്ഥലത്തുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള 4 സ്ഥലത്തുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ഇൻ്റർനെറ്റ്. അതായിരുന്നു ഇൻ്റർനെറ്റിൻ്റെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യമായിട്ട് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തത് ഒരു 3-4 കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തിട്ട് അവിടെ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ഡാറ്റാസ് തമ്മിൽ ഷെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. അത്തരത്തിലുള്ള നെറ്റ്വർക്കിനെ അന്ന് ആർപ്പാനെറ്റ് എന്നാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം ദിസ് ഈസ് ദ ബിഗിനിങ് ഓഫ് ദ ഇൻ്റർനെറ്റ്. ലേറ്റർ ഇറ്റ് ഈസ് എക്സ്പാൻഡഡ്. അത് കൂടുതൽ വികസിപ്പിച്ചെടുത്തു. ആ 4 കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തതുപോലെ ആ കമ്പ്യൂട്ടറിലേക്ക് ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്തു. ലോകത്തുള്ള പല ഭാഗത്തു നിന്നുള്ള കമ്പ്യൂട്ടേഴ്സ് കണക്ട് ചെയ്തു. എക്സ്പാൻഡ് ചെയ്തിട്ട് ഇൻ്റർനെറ്റ് ദാറ്റ് വി സീ നൗ ബൈ ഇൻക്ലൂഡിങ് മെനി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് കൺട്രീസ് ഇൻ ദിസ് നെറ്റ്വർക്ക്. ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള പല കമ്പ്യൂട്ടേഴ്സും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലുള്ള പല സ്ഥാപനങ്ങളിലുള്ള കമ്പ്യൂട്ടറിനെയും എല്ലാത്തിനെയും ഒരു സെർവർ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ആ സെർവർ കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഷെയർ ചെയ്യുകയും ആ സെർവർ കമ്പ്യൂട്ടറിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള ഡാറ്റ ഷെയർ ചെയ്ത് ഓപ്പൺ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജ് നെറ്റ്വർക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്ത് അതിനെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഓൾസോ ജോയിൻഡ് ഇൻ ദിസ് ഗ്ലോബൽ നെറ്റ്വർക്ക്. ഇന്ത്യയും ഈ ഒരു ഗ്ലോബൽ നെറ്റ്വർക്കിൽ ഒരു ഭാഗമായി മാറി. ഏത് ഇയറിലാണ്? 1995 ഓഗസ്റ്റ് 15 നമ്മൾ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലുള്ള ഒരു വെബ്സൈറ്റ് അഡ്രസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. wikipedia.org വിക്കി ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ വെബ്സൈറ്റ് അഡ്രസ്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആർപ്പാനെറ്റിനെ കുറിച്ചും ഇൻ്റർനെറ്റിനെ കുറിച്ചൊക്കെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ കുറിച്ച് പറഞ്ഞു. ചെറിയൊരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വലിയൊരു നെറ്റ്വർക്കായിട്ട് മാറി. നമ്മൾ അതിനെ ഇൻ്റർനെറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ദെൻ we have computer networks connecting computers at different locations around the world for various kinds of services. There exists mega computer network connecting these type of different computer networks. ഇവിടെ ഒരു കമ്പ്യൂട്ടറിനെ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തു കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. നമ്മൾ ഒരു കമ്പ്യൂട്ടറിനെ മറ്റൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു, ഡിഫറെൻറ്റ് ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടേഴ്സുമായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ലോകത്തുള്ള വേറൊരു ഭാഗത്തുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരു സംരംഭം അവിടെ ഉണ്ടാവുന്നു. ആൻഡ് മെഗാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് കണക്റ്റിംഗ് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്, പല സ്ഥലങ്ങളിലുള്ള നെറ്റ്വർക്കുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നു. അത് ഒരു ഹ്യൂജ് നെറ്റ്വർക്കായിട്ട് അവിടെ മാറുന്നു. ദിസ് മെഗാ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്പ്രെഡിങ് ഓൾ ഓവർ ദ വേൾഡ്, ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും അത് സ്പ്രെഡ് ചെയ്യുന്നു. ആൻഡ് ദ ഫെസിലിറ്റീസ് ഗിവൺ ബൈ ഇറ്റ് ഈസ് ജനറലി കോൾഡ് ഇൻ്റർനെറ്റ്. ആ നെറ്റ്വർക്കിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റി, ആ ഒരു ആശയത്തെ നമ്മൾ പറയുന്ന പേരാണ് ഇൻ്റർനെറ്റ് എന്ന്. വി ഗെറ്റ് എ ലോട്ട് ഓഫ് സർവീസസ് ത്രൂ ദ ഇൻ്റർനെറ്റ്
നമ്മൾ ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഡാറ്റാസ് ഷെയർ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞു തന്നു, കളക്ട് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ആൻഡ് റിസോഴ്സസ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലാതെ നമ്മൾക്ക് സർവീസുകളും പലതരത്തിലുള്ള സർവീസുകളും നമ്മൾക്ക് ഇൻ്റർനെറ്റിലൂടെ കിട്ടുന്നുണ്ടായിരിക്കും. ഇൻ ദിസ് ചാപ്റ്റർ വി ആർ ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ ഇൻ്റർനെറ്റ് ഇൻ ദ വേൾഡ്. ഇന്നത്തെ നമ്മളുടെ ഈ ലോകത്ത് ഇൻ്റർനെറ്റിലൂടെ എന്തെല്ലാം സർവീസുകളാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. വി ഗോട്ട് എ ലോട്ട് ഓഫ് സർവീസസ് ത്രൂ ദ ഇൻ്റർനെറ്റ്. അമംഗ് ദം ആർ, അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ ഫെസിലിറ്റി ടു ലേൺ ലെസൺസ് യൂസിങ് ഇൻ്റർനെറ്റ്. സ്പെഷ്യൽ ഫെസിലിറ്റീസ് ടു ലേൺ ലെസൺസ് യൂസിങ് ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ ഇ ലേണിംഗ് എന്നാണ് അതിന് പറയുക. ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ചിട്ട് കമ്പ്യൂട്ടറിലൂടെ നമ്മൾ പാഠഭാഗങ്ങൾ പഠിക്കുന്നു. അതിനെ പറയുന്ന പേരാണ് ഇ ലേണിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് പഠിക്കാൻ ആവശ്യമുള്ള പാഠഭാഗങ്ങളെല്ലാം പഠിക്കുന്നു. അതാണ് ഇ ലേണിംഗ്. ദ വേൾഡ് വൈഡ് വെബ് വിച്ച് ഹെൽപ്സ് ഇൻ ദ കമ്മ്യൂണിക്കേഷൻ ഓഫ് ഇൻഫർമേഷൻ. പലതരത്തിലുള്ള ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന സംവിധാനം നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ സ്പീഡി മെയിൽ സർവീസ്. സ്പീഡി മെയിൽ സർവീസ്. ഇമെയിൽ ടു മേക്ക് കറസ്പോണ്ടൻസ് ഈസി. ദാറ്റ് മീൻസ് വി ക്യാൻ യൂസ് ദ ഇമെയിൽ സർവീസ്, ഇലക്ട്രോണിക് മെയിൽ സർവീസ്. മറ്റൊരാൾക്ക് മെസ്സേജ് ചെയ്തിട്ട് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. വീഡിയോ ചാറ്റ് ഫോർ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ. വീഡിയോ ചാറ്റ്, മറ്റൊരാളെ കണ്ടുകൊണ്ട് നേരിട്ട്, ദൂരെയുള്ള ഒരാളുമായിട്ട് നമ്മൾ കണ്ടുകൊണ്ട് നേരിട്ട് സംസാരിക്കുന്നു. അതും എന്താണ്, ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇ ഗവേണൻസ് ഫോർ ദ എഫക്റ്റീവ് എക്സിക്യൂഷൻ ഓഫ് ഗവൺമെൻറ് സർവീസസ് ആൻഡ് ഫോർ സ്പീഡി ആക്സസ് ഓഫ് ദീസ് സർവീസസ് ടു ദ പബ്ലിക്. ഇന്ന് നമ്മൾ പല കാര്യങ്ങളും ഗവൺമെൻറ്റിൽ പരമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഇ ഗവേണൻസ് എന്ന് പറയുന്ന സംവിധാനം ഉപയോഗിക്കുന്നു. ഇ ഗവേണൻസ് നമ്മൾ സാധാരണ ഒരു പഞ്ചായത്ത് ഓഫീസിലോ അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിലോ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഓഫീസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ് ഓഫീസുകളിൽ പോയിട്ട് ഒരാൾ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊന്നും അവിടെ പോവാതെ നമ്മളെ വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നു. അങ്ങനെ ഒരു ഗവൺമെൻറ് സർവീസ് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഇ കൊമേഴ്സ്, നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനും സെയിൽ ചെയ്യാനും കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഇ കൊമേഴ്സ്. ഇൻ്റർനെറ്റിലൂടെ പർച്ചേസ് ആൻഡ് സെയിൽ ചെയ്യാം, വിൽക്കുകയും വാങ്ങുകയും ചെയ്യാം. ദെൻ നിങ്ങൾക്ക് അറിയാവുന്നതാണ് സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റ്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ അങ്ങനെയുള്ള ഫ്രണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലൂടെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് ലേണിംഗ്, ഇ ലേണിംഗ് എന്ന് പറയുന്നു. സെക്കൻഡ് വൺ വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് പറഞ്ഞു. ദെൻ ഇമെയിൽ സർവീസ് നമ്മൾക്ക് അവൈലബിൾ ആവുന്നു, വീഡിയോ ചാറ്റ് അവൈലബിൾ ആവുന്നു. ദെൻ നെക്സ്റ്റ് വൺ ഇ ഗവേണൻസ്, ഇ കൊമേഴ്സ്, സോഷ്യൽ നെറ്റ്വർക്കിംഗ്. ഇത്തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇന്ന് നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ ഇൻ്റർനെറ്റിലൂടെ നമ്മൾക്ക് ലഭിക്കുന്നുണ്ടായിരിക്കും. ഇൻ്റർനെറ്റ് കനോട്ട് ബി സ്വിച്ച്ഡ് ഓഫ്. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ഒരിക്കലും സ്വിച്ച് ഓഫ് ആവുന്നില്ല. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ദ വർക്കിംഗ് ഓഫ് ദ ഇൻ്റർനെറ്റ് വിച്ച് ഈസ് വേൾഡ് വൈഡ്. കമ്പ്യൂട്ടറിൻ്റെ ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോകത്തെല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നതാണ്. ഇറ്റ് കനോട്ട് ബി സ്റ്റോപ്ഡ്. അത് ഒരാൾക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു സംവിധാനം എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്കത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ഫോർ എ ഡേ by anybody. This is because the internet is not controlled from a single center. ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്നല്ല നമ്മളത് കൺട്രോൾ ചെയ്യുന്നത്. സിൻസ് ദ ഇൻ്റർനെറ്റ് ഈസ് എ നെറ്റ്വർക്ക്, തൗസൻഡ്സ് ഓഫ് നെറ്റ്വർക്ക്. ഞാൻ ഒരാൾ മാത്രം ഇരുന്നിട്ട് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം അവിടെ സ്റ്റോപ്പ് ആവില്ല. അവിടെ എന്താണ്, ഓൾ ഓവർ ദ വേൾഡ് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ്. അത് ഒരാൾക്ക് മാത്രമായിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാനോ കുറച്ച് നേരത്തേക്ക് ഇൻ്റർനെറ്റ് ഈ ലോകത്തുള്ള ആരും ഉപയോഗിക്കേണ്ട എന്ന് വെച്ചിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അത് ഒരു നെറ്റ്വർക്കാണ്, ഓൾ ഓവർ ദ വേൾഡിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു നെറ്റ്വർക്കാണ്. Then look to the activity 4.1. Searching for information.
നമ്മളെ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ലൈഫ്സ് മിസ്റ്റീരിയസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ് എന്ന് പറയുന്ന നിങ്ങളുടെ ബേസിക് സയൻസ് ടെക്സ്റ്റ് ബുക്കിലൊരു ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ യു ആർ ഇൻട്രസ്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് അഡീഷണൽ ഇൻഫർമേഷൻ ആൻഡ് ഇമേജസ്, അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യങ്ങളല്ലാതെ തന്നെ അതിൽ കൂടുതലായിട്ട് നിങ്ങളോട് കളക്ട് ചെയ്യാൻ അബൌട്ട് ദ സെൽസ് ഫ്രം ദ ഇൻ്റർനെറ്റ്, അതിൽ സെൽസിനെ കുറിച്ച് പഠിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രോട്ടോപ്ലാസം, സൈറ്റോപ്ലാസം, ഇങ്ങനെയുള്ള ഒരുപാട് ബേസിക് സയൻസിലുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളെ ടീച്ചർ നിങ്ങളോട് സെല്ലിനെ കുറിച്ച് കൂടുതലായിട്ട് ഒന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു വരാൻ പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വി ക്യാൻ ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം ദ ഇൻ്റർനെറ്റ്. നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? ഇൻ്റർനെറ്റിലൂടെ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. വാട്ട് ആർ ദ പ്രീ റിക്വസിറ്റ്സ് നീഡഡ് ഫോർ? അങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്നും പല കാര്യങ്ങളും കളക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു പ്ലാന്റ്സിൻ്റെ സെല്ലിനെ കുറിച്ച് പറഞ്ഞു, ഇൻവെൻറ്റ് ചെയ്ത ആര്, ആനിമൽ സെൽസിനെ കുറിച്ച് പറഞ്ഞു, അത് ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണത് കളക്ട് ചെയ്യുന്നത്? ഹൗ ക്യാൻ വി ഗ്യാദർ ഇൻഫർമേഷൻ ഫ്രം ദ ഇൻ്റർനെറ്റ്? വാട്ട് ആർ ദ പ്രീ റിക്വസിറ്റ്സ് നീഡഡ് ഫോർ? അങ്ങനെ കളക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, പ്രീ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ് വേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് എ കമ്പ്യൂട്ടർ. നമുക്ക് ആദ്യം എന്ത് വേണം? ഒരു കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നമുക്ക് ആവശ്യമാണ്. കമ്പ്യൂട്ടർ ഓർ മൊബൈൽ ഫോൺ. കമ്പ്യൂട്ടർ അല്ലെങ്കിൽ എന്ത് മതി? മൊബൈൽ ഫോൺ ആയാലും മതി, പക്ഷേ ദാറ്റ് മസ്റ്റ് ബി കണക്റ്റഡ് ടു ഇൻ്റർനെറ്റ്. then we should know where the information is stored in the internet. പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയാണ്, അടുത്തതായിട്ട് അറിയേണ്ട കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും മാത്രം നമ്മളുടെ കയ്യിൽ ഉണ്ടായാൽ പോരാ, ഇൻ്റർനെറ്റിലൂടെ എവിടെയാണ് ഈ ഇൻഫർമേഷൻസ് കിടക്കും. ഇൻ്റർനെറ്റിൽ ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കേട്ടു, പക്ഷേ ഈ ഇൻഫർമേഷൻസൊക്കെ ഇൻ്റർനെറ്റിൽ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ വി നീഡ് എ ബ്രൗസർ. അങ്ങനെയാണെങ്കിൽ എവിടെയാണ് എന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രൗസർ ആവശ്യമാണ്. വി നീഡ് എ ബ്രൗസർ സോഫ്റ്റ്വെയർ വിച്ച് ഹെൽപ്പ് ടു ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ടു അവർ കമ്പ്യൂട്ടർ. ഏത് നെറ്റ്വർക്കിലാണോ അതുള്ളത് അത് സെർച്ച് ചെയ്ത് ബ്രൗസർ ഉപയോഗിച്ച് സെർച്ച് ചെയ്തതിന് ശേഷം നമ്മളത് കണ്ടെത്തിയതിന് ശേഷം അത് നമ്മളുടെ കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി വരുന്നു. 3 things ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഫസ്റ്റ് വി നീഡ് എ കമ്പ്യൂട്ടർ വിത്ത് ഇൻ്റർനെറ്റ് കണക്ഷൻ. വി ഷുഡ് നോ വെയർ ദ ഇൻഫർമേഷൻ ഈസ് സ്റ്റോർഡ്. എവിടെയാണ് ഇൻ്റർനെറ്റിൽ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ദെൻ വി നീഡ് എ ബ്രൗസർ ഫോർ സെർച്ചിങ് ദാറ്റ് ഇൻഫർമേഷൻ. നമ്മൾക്ക് ആ ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്കൊരു ബ്രൗസർ അവിടെ ആവശ്യമായിരിക്കും. വാട്ട് ഈസ് എ ബ്രൗസർ? എന്താണ് ബ്രൗസർ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹിയർ ദ ബ്രൗസേഴ്സ് മീൻസ് information from the internet is displayed in the form of web pages. കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിനകത്ത് ഇൻഫർമേഷൻസ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ഒരു വെബ് പേജ് ആയിട്ടായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. ദ സോഫ്റ്റ്വെയർ വിച്ച് മേക്ക് ദിസ് അവൈലബിൾ ആർ കോൾഡ് വെബ് ബ്രൗസേഴ്സ്. ഇങ്ങനെയുള്ള വെബ് പേജുകൾ നമ്മൾക്ക് ഓപ്പൺ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നതാണ് വെബ് ബ്രൗസേഴ്സ്. അതിന് എക്സാമ്പിളാണ് ഫയർഫോക്സ്, ദാറ്റ് ഈസ് മോസില ഫയർഫോക്സ്. ഫയർഫോക്സ് എന്ന് പറയുന്ന കമ്പനി ഡെവലപ്പ് ചെയ്താണ് മോസില ഫയർഫോക്സ്. അല്ലെങ്കിൽ വെബ് ബൈ ഗ്നോം പ്രൊജക്റ്റ്. ദെൻ ക്രോമിയം എന്ന് പറയുന്ന വെബ് ബ്രൗസേഴ്സ്. ഗൂഗിൾ ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്ന വെബ് ബ്രൗസറാണ് ക്രോമിയം അല്ലെങ്കിൽ ഗൂഗിൾ ക്രോം എന്ന് പറയുന്നത്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ എഡ്ജ്, മൈക്രോസോഫ്റ്റിൻ്റെ ഒരു വെബ് ബ്രൗസറാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള വെബ് ബ്രൗസർ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ആ വെബ് ബ്രൗസറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇൻഫർമേഷൻസ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റ്, കമ്പ്യൂട്ടറിൽ ഇൻ്റർനെറ്റിനകത്ത് എല്ലാ വിവരങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു വെബ് പേജുകളായിട്ടാണ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. ആ വെബ് പേജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിലൊരു വെബ് ബ്രൗസർ ഉണ്ടായിരിക്കണം. ആ വെബ് ബ്രൗസറിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത്തരത്തിലുള്ള വെബ് ബ്രൗസറിൻ്റെ പേരുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫയർഫോക്സ് ഡെവലപ്ഡ് ബൈ ദ മോസില പ്രൊജക്റ്റ്. ഒന്നാമത്തെ ബ്രൗസറിൻ്റെ പേരാണ് ഫയർഫോക്സ്. വെബ് ബൈ ഗ്നോം പ്രൊജക്റ്റ്, വെബ് അല്ലെങ്കിൽ എപ്പിഫാനി എന്ന് പറയുന്നത്. ദെൻ ക്രോം ബൈ ഗൂഗിൾ, ക്രോം എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്രോമിയം എന്ന് പറയുന്ന വെബ് ബ്രൗസർ. ദെൻ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ അല്ലെങ്കിൽ എഡ്ജ് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ വെബ് ബ്രൗസേഴ്സ്. ദീസ് ആർ ദ എക്സാമ്പിൾസ് ഫോർ ദ വെബ് ബ്രൗസേഴ്സ്. സോ വി ഹാവ് എ വെബ് ബ്രൗസർ. നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഒരു വെബ് ബ്രൗസർ ഉണ്ട്. ആ വെബ് ബ്രൗസറിലൂടെ എങ്ങനെയാണ് നമ്മൾ
ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ ലിങ്ക് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ടെക്സ്റ്റ് ബുക്കിനകത്ത് നിങ്ങളുടെ ബയോളജി ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ലിങ്കാണ്. ആ ലിങ്കിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ ലിങ്ക് വെബ്സൈറ്റ് അഡ്രസ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ സെക്കൻഡ് ലൈനിൽ https://en.wikipedia.org/ കൊടുത്തിട്ട് wiki/cell-biology അതാണ് അവിടെ നമുക്ക് തന്നിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ്. ദിസ് ഈസ് കോൾഡ് വെബ്സൈറ്റ് അഡ്രസ്സ്. ദിസ് ഈസ് എ അഡ്രസ് ഓഫ് ദ വെബ് പേജ്. ഒരു വെബ് പേജിൻ്റെ അഡ്രസ്സാണ്. വേർ ദ ഇൻഫർമേഷൻ അബൌട്ട് ദ സെൽ ഇസ് സ്റ്റോർഡ്. സെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. വിക്കിപീഡിയ ഈസ് എ വെബ്സൈറ്റ്, അതായത് ഒരു എൻസൈക്ലോപീഡിയ മാതിരിയുള്ള ഒരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. അതിലൊരു ഇൻഫർമേഷനാണ് സെൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കോൾഡ് വെബ്സൈറ്റ് അഡ്രസ്സ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതിയിരിക്കുന്ന ഇതിന് പറയുന്ന പേരാണ് വെബ്സൈറ്റ് അഡ്രസ്സ്. ഫൈൻഡ് ഔട്ട് മോർ ഇൻഫർമേഷൻ അബൌട്ട് സെൽസ്. സെൽസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്യുന്നു. ആ വെബ് ബ്രൗസറിനകത്ത് നമ്മൾ ടൈപ്പ് ചെയ്തു കൊടുക്കുന്നു. എന്താണ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്? ദിസ് വെബ്സൈറ്റ് അഡ്രസ്സ്, ഇവിടെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അവിടെ സെർച്ച് ബാറിനകത്ത് എൻ്റർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നുണ്ടോ. നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഏത് ലാംഗ്വേജിലാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു വെബ് ബ്രൗസർ എന്താണെന്ന് പറഞ്ഞു. ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ് ബ്രൗസർ ആവശ്യമാണെന്ന് പറഞ്ഞു. ദെൻ വാട്ട് ഈസ് വെബ് പേജസ്? വി ക്യാൻ ഗ്യാദർ ദ റിക്വയർഡ് ഇൻഫർമേഷൻ. നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നത് ഫ്രം ദ ഇൻ്റർനെറ്റ് ഓൺലി ഇഫ് വി നോ ദ നെയിം വിച്ച് ഈസ് ടു ബി സ്റ്റോർഡ് ഇൻ ദ ഇൻ്റർനെറ്റ്. എവിടെയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്തിരിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പെട്ടെന്ന് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ദ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഇൻ ദ ഇൻ്റർനെറ്റ് ഹാസ് എ സ്പെസിഫിക് അഡ്രസ്സ്. ഇറ്റ് ഈസ് കോൾഡ് വെബ്സൈറ്റ് അഡ്രസ്സ്. കമ്പ്യൂട്ടറിനകത്ത് ഇൻ്റർനെറ്റിൽ ഒരു ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും ഒരു വെബ്സൈറ്റിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടാവുക. അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾക്ക് അഡ്രസ്സ് ഉണ്ടായിരിക്കും. ആ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനും ആ ഓപ്പൺ ചെയ്തിരിക്കുന്ന വെബ്സൈറ്റിനകത്ത് ഒരുപാട് പേജുകളിലായിട്ടായിരിക്കും നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസ് ഉണ്ടായിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പേജുകളെ നമ്മൾ പറയുന്ന പേരാണ് വെബ് പേജസ് എന്ന് പറയുന്നുണ്ടാവുക. ദ കളക്ഷൻ ഓഫ് വെബ് പേജസ്. ഒരുപാട് വെബ് പേജുകൾ ഉണ്ടാവും. ഒരു വെബ്സൈറ്റിനകത്ത് ഒരുപാട് വെബ് പേജുകൾ ഉണ്ടാവും. ദ കളക്ഷൻ ഓഫ് വെബ് പേജസ് വിച്ച് കണ്ടെയ്ൻസ് എ വെറൈറ്റി ഓഫ് ഇൻഫർമേഷൻ വിച്ച് ആർ മാനുവലി ഓർ മ്യൂച്വലി ലിങ്ക്ഡ് ഈസ് കോൾഡ് വെബ്സൈറ്റ്. നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻസ് ഒരു വെബ്സൈറ്റിൽ പലതരത്തിലുള്ള പേജുകളായിട്ടായിരിക്കും ഉണ്ടാവുക. വെബ് പേജ് എന്നാണ് അതിന് പറയുന്നത്. ആ വെബ് പേജ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ഒരു വെബ്സൈറ്റിലൂടെ ആയിരിക്കും. ആ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. വെബ്സൈറ്റ് അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അതിലൂടെയാണ് നമ്മൾ ഇൻഫർമേഷൻസ് ആക്സസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ വെബ്സൈറ്റ് അഡ്രസ്സിന് വേറൊരു പേരും നമ്മൾ പറയും. URL എന്നാണ് ആ വെബ്സൈറ്റ് അഡ്രസ്സിന് പറയുന്ന അനദർ നെയിം. URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് അതിന് പറയുന്നത്. വെബ്സൈറ്റ് അഡ്രസ്സിന് നമ്മൾ പറയുന്ന വേറൊരു പേരാണ് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ദെൻ വെബ് പോർട്ടൽ. വാട്ട് ഈസ് എ വെബ് പോർട്ടൽ? Web portal means there are websites which act as ways to enter various websites related to a particular subject. നമ്മൾ കമ്പ്യൂട്ടറിനകത്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ആവശ്യമുള്ള ഒരു ഇൻഫർമേഷൻ സെർച്ച് ചെയ്യുന്ന സമയത്ത് ആ സെർച്ച് ചെയ്തിരിക്കുന്ന ഡാറ്റയുടെ ഒരുപാട് റിസൾട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾക്ക് ഏത് വെബ്സൈറ്റിലേക്കാണോ മൂവ് ചെയ്യേണ്ടത് നമ്മൾ ആ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. പലതരത്തിലുള്ള വെബ് പോർട്ടലുകളുണ്ട്. ദീസ് ആർ ദ വെബ്സൈറ്റ്. വെബ് പോർട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെബ്സൈറ്റാണ്. വിച്ച് ആക്ട് ആസ് എ വേസ് ടു എൻ്റർ. നമ്മളെ സഹായിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. പല വെബ്സൈറ്റുകളിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടി സഹായിക്കുന്നു. വേരിയസ് വെബ്സൈറ്റ് റിലേറ്റഡ് ടു എ പർട്ടിക്കുലർ സബ്ജക്റ്റ്. നിങ്ങൾ സെൽസിനെ കുറിച്ചാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത സെൽസിനെ കുറിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതിന് സെൽസുമായിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വെബ്സൈറ്റുകളിലുണ്ടാവും. അപ്പോൾ ഏത് വെബ്സൈറ്റിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളൊരു വെബ് പോർട്ടലിലൂടെ നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ www.kerala.gov എന്ന് പറഞ്ഞിരിക്കുന്ന
ഒരു വെബ് പോർട്ടലാണ്. ഈ വെബ് പോർട്ടലിലൂടെ സർക്കാർപരമായിട്ടുള്ള ഗവൺമെൻറ് പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കണ്ടെത്താൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. ഗവൺമെൻറ് ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ് പോർട്ടലിലൂടെ നമ്മൾ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, ഇൻ്റർനെറ്റിലെ ഗവൺമെൻറ് വെബ് പോർട്ടലിലൂടെ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് സെക്ഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടതെന്ന്, നമ്മൾക്ക് ഏത് കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് അവിടെ നിന്ന് ആ വെബ് പോർട്ടൽ നമുക്ക് വെബ്സൈറ്റുകൾ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. Now here we can move to how to open the internet or how to search in the internet. Here in the application window you can see the internet icon. From this internet icon you can select the web browsers. നമ്മൾക്ക് ഏത് വെബ് ബ്രൗസറാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഫയർഫോക്സ് വെബ് ബ്രൗസർ, ക്രോമിയം വെബ് ബ്രൗസർ, ഇതിലേതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ പറ്റും. Here I selected the Firefox web browser. In the Firefox web browser you can see this search with Google or enter the website address. ഇവിടെ മുകളിൽ കാണുന്ന ഈ ബോക്സിനകത്താണ് നമ്മൾ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ടൈപ്പ് ചെയ്യാനുള്ള വെബ്സൈറ്റ് അഡ്രസ്സ്, ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് വെബ് www. എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിക്കിപീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റാണ് ഇവിടെ സെർച്ച് ചെയ്യുന്നത്. wikipedia.org എന്ന് പറയുന്ന വെബ്സൈറ്റ് ഞാനവിടെ സെർച്ച് ചെയ്യുന്നു. ദെൻ പ്രസ് ദ എൻ്റർ കീ. നമ്മൾ ആ വെബ്സൈറ്റ് അഡ്രസ്സ് URL എന്ന് പറയുന്ന വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ www എന്ന് വേൾഡ് വൈഡ് വെബ് എന്നാണ് പറയുന്നത്. ആ വേൾഡ് വൈഡ് വെബിനെ കുറിച്ച് നമ്മൾ പറയാം. വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന ആ ഒരു www എന്ന് പറയുന്ന ആൽഫബറ്റ് ലെറ്റേഴ്സ് അവിടെ കൊടുത്തതിന് ശേഷം ഡോട്ട് കൊടുത്തതിന് ശേഷം വിക്കിപീഡിയ വെബ്സൈറ്റ് അഡ്രസ്സ് നമ്മൾ കൊടുക്കുന്നു. ദെൻ പ്രസ് ദ എൻ്റർ കീ. എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വിക്കിപീഡിയ വെബ്സൈറ്റ് അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ നമ്മൾക്ക് പല ലാംഗ്വേജസിലും വിക്കിപീഡിയ വെബ്സൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. ഏത് ലാംഗ്വേജ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾക്ക് ആവശ്യമുള്ള ലാംഗ്വേജ് ഏതാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ്, മലയാളം ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് ഏത് ഡാറ്റയാണോ സെർച്ച് ചെയ്യാനുള്ളത്, സെൽസ് ഞാനിവിടെ കൊടുത്തു, സെൽസ് എന്നാണ് കൊടുത്തത്. സെൽസിനെ കുറിച്ച് കൊടുത്തു. ദെൻ സെർച്ച് ബോക്സിനകത്ത് ക്ലിക്ക് ചെയ്തു. നമുക്ക് എത്ര ഡാറ്റാസ് വേണമെങ്കിലും ആ സെല്ലിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവിടെ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. സെല്ല് എന്താണ്, സെല്ലിനെ കുറിച്ചുള്ള കൂടുതലായിട്ടുള്ള, ഇപ്പോൾ ഒരു വെബ് പേജ്, വിക്കിപീഡിയ ഒരു വെബ് പേജാണ് നമ്മളിവിടെ കാണുന്നുണ്ടായിരിക്കും. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ മെയിൻ പേജ്, കണ്ടൻറ്റ്, അങ്ങനെയുള്ള കൂടുതലായിട്ടുള്ള ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. മലയാളത്തിലേക്ക് മാറ്റണമെന്ന് മലയാളത്തിലേക്ക് മാറ്റാം, ഇംഗ്ലീഷിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. നമ്മൾക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ്സ് എല്ലാം ആ വെബ് പേജിനകത്ത് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ ആ സെൽ എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ സെല്ലിനകത്ത് എന്താണ് സെൽസ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെൽസ് മേ ബി റെഫേർഡ്, ഇവിടെ ജസ്റ്റ് സെൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സെൽസ് എന്നുള്ളതിനകത്ത് ഞാനവിടെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സെല്ല് എന്താണ് നമ്മൾക്ക് അവിടെ അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇപ്പോൾ ഒരു പേജിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഈ ഇൻഫർമേഷൻസ് റീഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ബ്ലൂ കളറിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇത് അനദർ പേജിലേക്കാണ് നമ്മൾ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതേപോലെ തന്നെ സെല്ലിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതല്ല വേറെ ഏതെങ്കിലും ടോപ്പിക്ക് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ ഇവിടെ ആ സെർച്ച് ബോക്സിനകത്ത് നമ്മൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവിടെ എന്താണ് നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ടോപ്പിക് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കമ്പ്യൂട്ടർ എന്ന് ഞാനവിടെ ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. അപ്പോൾ നമ്മൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് അറിയേണ്ടത്. വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ ഈസ് എ മെഷീൻ ദാറ്റ് ക്യാൻ ഇൻസ്ട്രക്റ്റഡ് ടു ക്യാരി ഔട്ട് സീക്വൻസ് ഓഫ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന അരിത്തമാറ്റിക്, വാട്ട് ഈസ് അരിത്തമാറ്റിക് നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ അരിത്തമാറ്റിക് എന്നുള്ളതിന് അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ അരിത്തമാറ്റിക് എന്താണെന്നുള്ളത് നമുക്ക് അനദർ പേജിൽ അവിടെ ഡിസ്പ്ലേ ചെയ്ത് വാട്ട് ഈസ് അരിത്തമാറ്റിക്. അങ്ങനെ നമ്മൾക്ക് അത് റീഡ് ചെയ്യുമ്പോൾ നമ്മളുടെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്തുകൊണ്ട് നമുക്ക് ആ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ടു മൂവ് ബാക്ക് യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ബാക്ക് സ്പേസ്. തിരിച്ചങ്ങോട്ട് തന്നെ നമുക്ക് വരാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ഇമേജസ് ഉണ്ടായിരിക്കും. ആ ഇമേജസിലൂടെ
മൂവ് ചെയ്യാൻ പറ്റും. കൂടുതൽ കണ്ടൻസിനെ കുറിച്ച് ഹിസ്റ്ററി ഓഫ് ദ കമ്പ്യൂട്ടർ, ടൈപ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ, ഹാർഡ്വെയർ റിലേറ്റഡ് ടു ദ കമ്പ്യൂട്ടർ, സോഫ്റ്റ്വെയർ, വാട്ട് ഈസ് സോഫ്റ്റ്വെയർ ആൻഡ് ലാംഗ്വേജസ്, പ്രോഗ്രാംസ്. ഇതിനകത്ത് ഒരുപാട് കളക്ഷൻ ഓഫ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. അതിലേതാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിക്കിപീഡിയ എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആ വെബ്സൈറ്റിലൂടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും നമുക്ക് കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾ ബയോളജി ടെക്സ്റ്റ് ബുക്കിലും കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിലും ഏതിലാണെങ്കിലും ഉള്ള ഡാറ്റാസ് നമുക്ക് മോർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അതെ, ഇപ്പം നമ്മൾ വിക്കിപീഡിയ എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെയാണ് മൂവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന സെർച്ച് എൻജിൻ, ഗൂഗിൾ ഈസ് എ സെർച്ച് എൻജിൻ, ഗൂഗിൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് സെർച്ച് ചെയ്തിട്ട് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതെന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഗൂഗിളാണ് ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞത്. ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ www.google.com എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ വെബ്സൈറ്റ് അഡ്രസ്സ് അവിടെ നമ്മൾ അഡ്രസ് ബാറിൽ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അത് നമ്മൾ ഗൂഗിൾ എന്ന് പറയുന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഗൂഗിളിൻ്റെ മെയിൻ ഫ്രണ്ട് പേജാണ്, ഹോം പേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ നമുക്ക് സെൽസ് എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. സെൽസ്, വാട്ട് ഈസ് സെൽസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവിടെ ഹ്യൂമൻ ബോഡി സെൽസ് ഉണ്ടായിരിക്കും, ആനിമൽ സെൽസ് ഉണ്ടായിരിക്കും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് സെലക്ട് ചെയ്യുന്നു സെൽസ്. അപ്പോൾ നമ്മളിവിടെ ഒരു സെല്ലിനെ കുറിച്ച് ഒരുപാട് വെബ്സൈറ്റുകളിൽ പറയുന്നുണ്ട് വാട്ട് ഈസ് സെൽ. അതിന് വിക്കിപീഡിയയിലൂടെ നമുക്ക് സെർച്ച് ചെയ്യാം സെൽ എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസ്, അതും അല്ലെങ്കിൽ nature.com എന്ന് പറയുന്ന വെബ്സൈറ്റ് സെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. യുവർ ഗ്നോം എന്ന് പറയുന്ന വെബ്സൈറ്റ് സെല്ലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾക്ക് ഏതാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഇമേജസ് ആണ്, നമുക്ക് സെല്ലിൻ്റെ ഇമേജസ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഇമേജസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഹ്യൂമൻ സെൽസ് ആണോ, ആനിമൽ സെൽസ് ആണോ, പ്ലാന്റ് സെൽസ് ആണോ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ സെൽസ് എന്നുള്ളതായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുക. ഇനി നമുക്ക് ആനിമൽ സെൽസ് ആണെന്നുണ്ടെങ്കിൽ ആനിമൽ സെൽസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. പ്ലാന്റ് സെൽസ് ആണെന്നുണ്ടെങ്കിൽ പ്ലാന്റ് സെൽസിനെ കുറിച്ച് ആ ഒരു ഇമേജ് നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് അവിടെ ഓപ്പൺ ആയി. ഇനി നമ്മൾ ഇതിനകത്ത് ജസ്റ്റ് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ദാറ്റ് ഇമേജ്, നമ്മൾക്ക് ആ ഇമേജ് കമ്പ്യൂട്ടറിനകത്ത് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഫയൽ നെയിം കൊടുത്തിട്ട് അത് സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ ജസ്റ്റ് ഡെസ്ക്ടോപ്പിൽ മൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ സെല്ലിനെ കുറിച്ചിട്ടുള്ള പ്ലാൻ സെൽസ് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുന്നു. ആ സെല്ല് നമ്മൾ കമ്പ്യൂട്ടറിൽ അതിൻ്റെ ഇമേജ് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു സെല്ലിൻ്റെ പിക്ചറൈസേഷനാണ് അവിടെ കാണുന്നത്. നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ പ്ലാൻ സെൽസിൻ്റെ പിക്ചറൈസേഷനാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങളൊക്കെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ നമ്മൾക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംവിധാനം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു വേൾഡ് വൈഡ് വെബ്. വാട്ട് ഈസ് വേൾഡ് വൈഡ് വെബ്, എങ്ങനെയാണ് സെർച്ച് ചെയ്യുക എന്നുള്ളത് പറഞ്ഞു. World Wide Web. What is World Wide Web? A World Wide Web is an important service which enables the information communications through the internet. ഇൻ്റർനെറ്റിലൂടെ നമ്മൾക്ക് ആവശ്യമുള്ള ഇൻഫർമേഷൻസും സർവീസസും ഒക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ക്രോർസ് ഓഫ് ഡാറ്റ. എത്ര ഡാറ്റയാണോ അതിനകത്ത് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമ്മൾക്ക് പറയാൻ പറ്റാത്ത അത്രയും ക്രോർസ് ഓഫ് ഡാറ്റയാണ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇൻ ദ വേൾഡ് വൈഡ് വെബ് എനോർമസ് ഡാറ്റ, ഒരുപാട് ഡാറ്റ നമ്മൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ദാറ്റ് മേ ബി യൂസ്ഫുൾ ഓർ നോട്ട് യൂസ്ഫുൾ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും നമ്മൾക്ക് സെലക്ട് ചെയ്യേണ്ടി വരും. അതിനകത്തുള്ളതെല്ലാം യൂസ്ഫുൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിൽ യൂസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്, യൂസ്ഫുൾ അല്ലാത്തതുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ റീഡ് ചെയ്ത് സോർട്ട് ചെയ്തെടുക്കുന്നതിലായിരിക്കും അതുണ്ടായിരിക്കുക. വീഡിയോസ് ഉണ്ടായിരിക്കാം, ഇമേജസ് ഉണ്ടായിരിക്കാം, ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരിക്കാം, സൗണ്ട്സ് ഉണ്ടായിരിക്കാം. എല്ലാ തരത്തിലുള്ള ഡാറ്റയും നമ്മൾക്ക് വേൾഡ് വൈഡ് വെബിലൂടെ അറിയാനുണ്ട്. ഇൻഫർമേഷൻ ഫ്രം ദ വേൾഡ് വൈഡ് വെബ് ഈസ് അവൈലബിൾ ഓൺ എനി കമ്പ്യൂട്ടർ കണക്റ്റഡ് ടു ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറിലും ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളൊരു ആക്ടിവിറ്റി അവിടെ ചെയ്തു, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്തു.
പിന്നെ കുറേ തിയറട്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിനനുസരിച്ച് ആ ടോപ്പിക്ക് അവിടെ അതിനെക്കുറിച്ചുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. സെപ്പറേറ്റ് നോട്ട് മിസ് തരുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഓരോ ടോപ്പിക്ക് എടുത്തതിനെക്കുറിച്ചുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു ആക്ടിവിറ്റിയാണ് തരുന്നത്. നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് വെബ്സൈറ്റ് അഡ്രസ്സുകൾ കൊടുത്തിട്ടുണ്ട്. education.kerala.gov.in, prd.kerala.gov.in, kitekerala.gov. അപ്പോൾ സമഗ്ര ITIT സ്കൂൾ, KSTmuseum.com, അങ്ങനെ ഒരുപാട് വെബ്സൈറ്റുകളുടെ അഡ്രസ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. നിങ്ങളെ വീട്ടിൽ വരുന്ന ന്യൂസ് പേപ്പറുകൾ അല്ലെങ്കിൽ മാഗസീൻസ് അങ്ങനെയുള്ള ബുക്സുകളൊക്കെ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലും കൂടുതൽ വെബ്സൈറ്റ് അഡ്രസ്സുകൾ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നതല്ലാതെ മോർ വെബ്സൈറ്റ് അഡ്രസ്സുകൾ, അപ്പോൾ നിങ്ങൾക്കറിയാം ആമസോണിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, ഫ്ലിപ്കാർട്ടിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, വാട്സപ്പിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, അതൊന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഏത് കമ്പനിയാണെന്ന് വെച്ചാൽ അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് എന്താണ്, ഇങ്ങനെയുള്ള ഒരുപാട് വെബ്സൈറ്റ് അഡ്രസ്സുകൾ കളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഒരു 10 or 15 വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതിയതിന് ശേഷം ഈ ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാത്ത വെബ്സൈറ്റ് അഡ്രസ്സുകൾ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. എന്നിട്ട് അത് ഒന്ന് നോട്ട്ബുക്കിൽ എഴുതിയിട്ട് ഹോംവർക്കായിട്ട് സെൻഡ് ചെയ്ത് തരും. ചാപ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ള നോട്ട്സ് എഴുതണം. അതിൻ്റെ കൂടെ തന്നെ ഇതൊരു ചെറിയൊരു അസൈൻമെൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക. ഒരു 10 or 15 വെബ്സൈറ്റ് അഡ്രസ്സ്, മിനിമം 10 ഉണ്ടായിരിക്കണം, മാക്സിമം എത്രയായാലും കുഴപ്പമില്ല. മിനിമം 10 വെബ്സൈറ്റ് അഡ്രസ്സെങ്കിലും എന്തായാലും ഉണ്ടായിരിക്കണം. ഓക്കെ, ദെൻ വൈൻഡ് അപ്പ് ദ ക്ലാസ്. നോട്ട്സ് എഴുതാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ വരുമ്പോൾ ചോദിച്ച് മനസ്സിലാക്കും. സീ യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.